ഇസ്രായേൽ എന്തായാലും ഒരു യുദ്ധത്തിന് തയ്യാറെടുത്തു കഴിഞ്ഞു. കാരണം ഇസ്രായേലിന് നേരെ ആക്രമണം ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർ കുറച്ച് മുൻകരുതലുകളൊക്കെ എടുക്കാമല്ലോ. സാറേ, നമുക്ക് അങ്ങനെ മുൻകരുതലുകൾ എടുത്തായിട്ട് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? അതെ, ജെറുസലേമിൽ വലിയ മുൻകരുതലുകളൊക്കെ, ജെറുസലേം, ടെൽ അവീവ്, അവിടെ ഹൈഫ, ഇത്തരം സ്ഥലങ്ങളിലൊക്കെ ഇസ്രായേൽ കാര്യമായി മുൻകരുതലുകൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നെതന്യാഹുവിന്, പ്രധാനമന്ത്രി നെതന്യാഹുവിന് ചർച്ചകൾ നടത്താനും അത്യാവശ്യമെങ്കിൽ താമസിക്കാനും ഒക്കെ ഷിൻബത്ത്, അവരുടെ മൊസാദ് പോലെ തന്നെ അകത്തെ ചാരപ്രവർത്തനങ്ങൾക്കൊക്കെയുള്ള സംഘടനയാണ് ഷിൻബത്ത്. മൊസാദ് പുറത്താണ്, രാജ്യാന്തര തലത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുക. ഷിൻബത്ത് ഒരു നിലവറ, ബങ്കർ തയ്യാറാക്കി എന്ന് ടൈംസ് ഓഫ് ഇസ്രയേൽ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിലവറ എന്ന് പുറത്ത് ബോർഡൊന്നും വെക്കാൻ പറ്റില്ലോ, ഭൂമിയുടെ അടിയിലാണല്ലോ ബങ്കർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നാഷണൽ മാനേജ്മെൻറ്റ് സെൻറ്റർ എന്നാണ് അതിന് പറയുന്നത്. അത് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് IDF ഹെഡ് ക്വാർട്ടേഴ്സുമായിട്ട്, ആസ്ഥാനവുമായിട്ട് ഈ നിലവറയിൽ നിന്ന് എപ്പോഴും ആശയവിനിമയം നടത്താൻ സൗകര്യമുണ്ട്. ഈ നിലവറയ്ക്ക് ഒരുമാതിരി ആക്രമണങ്ങളൊന്നും ഏശില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഒരു നിശ്ചിത കാലത്തേക്ക് അവിടെ താമസിക്കാം, മന്ത്രിസഭായോഗങ്ങളൊക്കെ ചേരാം, ഔദ്യോഗിക കൃത്യങ്ങളൊക്കെ നിർവഹിക്കാം. ഇത് വാല എന്ന് പറഞ്ഞ ഇസ്രായേൽ സൈറ്റിനെ ഉദ്ധരിച്ചിട്ടാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് പുതുതായിട്ട് പണിത നിലവറയല്ല. 20 കൊല്ലം മുമ്പ് ഉണ്ടാക്കിയ നിലവറ. നിരന്തരം യുദ്ധങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ആ നിലവറ ഇപ്പോൾ ഈ സൗകര്യങ്ങൾക്കെല്ലാം വേണ്ടി തൂത്തുവാരി വൃത്തിയാക്കി പരിഷ്കരിച്ച് പുതിയ സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി എടുക്കുകയാണ് ചെയ്തത്. കമാൻഡ് ആൻഡ് കൺട്രോൾ ഒരു സിസ്റ്റം എന്നുള്ള നിലയ്ക്കാണ്, സംവിധാനം എന്നുള്ള നിലയ്ക്കാണ് അത് ഡെവലപ്പ് ചെയ്ത് എടുത്തിരിക്കുന്നത്. ടെൽ അവീവിലെ പ്രതിരോധ കേന്ദ്രവുമായിട്ട് ഇതിനെപ്പോഴും ബന്ധപ്പെടാൻ കഴിയും. കഴിഞ്ഞ 10 മാസം ഈ നിലവറ ഉപയോഗിച്ചില്ല. അതായത് ഒക്ടോബർ 7-ന് ശേഷം ഇത് ഉപയോഗിച്ചിട്ടില്ല. കാരണം ഹമാസിനെതിരെ നടത്തുന്ന ആക്രമണത്തിൽ ഒരു വലിയ തിരിച്ചടി ഇസ്രായേൽ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നർത്ഥം. നിലവറയിൽ നിന്നും പോയി നമ്മൾ പോവാതെ തന്നെ കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ ഹമാസിനെ എന്നവർ കരുതിയിരുന്നു. ഇറാൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല എന്നുള്ളതുകൊണ്ടായിരിക്കും, വേറെ സഹായികളൊക്കെ കാണും എന്നുള്ളത് കൊണ്ടായിരിക്കും ഇങ്ങനെ ചെയ്തത്. ഇത് ജെറുസലേമിലെ മലനിരയിൽ വലിയ ചെലവിൽ ആണ് ഇത് പണിതിരുന്നത്. 2006 രണ്ടാം ലെബനൻ യുദ്ധം തീർന്നപ്പോഴാണ് ഇത് പണിതത്. 100 കണക്കിന് ആളുകൾക്ക് ഇതിൻ്റെ അകത്ത് താമസിക്കാൻ കഴിയും. സർക്കാർ സംവിധാനങ്ങൾക്ക് പ്രവർത്തിക്കാം അതിൻ്റെ അകത്തിരുന്ന്. മറ്റ് ഭരണ സംവിധാനങ്ങളുണ്ടല്ലോ, ഈ ഇൻ്റലിജൻസ്, ആർമി, ഇങ്ങനത്തെ ആ ആളുകൾക്കുമൊക്കെ അത്യാവശ്യത്തിന് സെക്രട്ടേറിയറ്റ് തലത്തിലുള്ള വലിയ ഉന്നത ഉദ്യോഗസ്ഥന്മാർക്കും ഒക്കെ ചെയ്യാം. അപ്പോൾ ഇറാൻ, ഹിസ്ബുല്ല ഇവരുടെ ഭീഷണി വളരെ ഗൗരവതരമാണെന്ന് ഇസ്രായേൽ കരുതുന്നു. ഏപ്രിൽ 13-ന് ഇറാൻ ആക്രമിച്ചിരുന്നതാണ് 300 മിസൈലുകൾ, ഡ്രോണുകളും ഒക്കെ വന്ന് നമ്മളത് ചർച്ച ചെയ്തിട്ടുണ്ട്. അന്നത്തെ ആക്രമണത്തിലും ഈ ബങ്കർ, നിലവറ ഇസ്രായേൽ ഉപയോഗിച്ചിരുന്നില്ല. അപ്പോൾ ഇപ്പോഴാണ് വീണ്ടും നിലവറ പൊടി തട്ടി എടുക്കുന്നത്. ഇറാഖി ആക്രമണത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്ന ആക്രമണത്തിൽ ഈ ഏപ്രിലിൽ നടത്തിയ ഇറാൻ ആക്രമണം പോലെ അല്ല ഇസ്രായേൽ കരുതുന്നത്. മരണങ്ങളുണ്ടാകാം, വലിയ നാശനഷ്ടങ്ങൾ, കെട്ടിടങ്ങൾക്ക് മനുഷ്യർക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാകാം എന്ന് കരുതുന്നു. 2018 നിലവറ ഉപയോഗിച്ചിരുന്നു. നെതന്യാഹുവിൻ്റെ ചില മന്ത്രിസഭാ യോഗങ്ങളൊക്കെ അവിടെ വെച്ച് നടത്തിയിരുന്നു. അതെന്തിനാന്ന് വെച്ചാൽ മന്ത്രിസഭാ യോഗങ്ങളിൽ നടക്കുന്ന ചർച്ചകൾ മാധ്യമങ്ങൾക്ക് ചോർന്നു പോകരുത് എന്നുള്ളത് കൊണ്ടാണ് നിലവറകളിൽ അത് നടത്തിയത് എന്ന് റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. ഇന്നിപ്പോൾ ഈ ഹമാസിനെതിരായ ആക്രമണങ്ങൾ തുടർന്നിട്ടുണ്ട്. വെസ്റ്റ് ബാങ്കിൽ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. അതുപോലെ ലെബനനിൽ നിന്ന് നടന്നൊരു ഡ്രോൺ ആക്രമണം നിർഭാഗ്യവശാൽ
ഈ ജെറുസലേമിനടുത്ത ഈ അറബ് പ്രദേശമായ പടിഞ്ഞാറൻ ഗലീലയിലെ മസ്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആക്രമണം സംഭവിച്ചിരിക്കുന്നത്. തെറ്റിപ്പോയി എന്നർത്ഥം, പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്. പിന്നെ മാഷിന് IDF ഇസ്രേലി ഡിഫൻസ് ഫോഴ്സ് മെയ്ഫാദുൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് തെക്കൻ ലെബനനിൽ ആക്രമണം നടത്തിയതിൽ 4 ഹിസ്ബുല്ല കമാൻഡർമാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പിന്നെ മാഷിന് സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ലെബനൻ്റെ വിദേശകാര്യമന്ത്രി അബ്ദുല്ല ബുഹബീബ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഹിസ്ബുല്ല നേതാക്കളുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, ഒരു കാരണവശാലും നിങ്ങളൊരു വലിയ യുദ്ധം പ്രതീക്ഷിക്കേണ്ടത് ഉണ്ടാക്കുന്നതിന് കാരണമാകരുത്, നിങ്ങൾ ഉണ്ടാക്കരുത് ആരോട് എന്ന് ഹിസ്ബുല്ലയോട് ഞങ്ങൾ അഭ്യർത്ഥിച്ചതായി വിദേശമന്ത്രി അവർക്ക് ആക്സസ് ഉണ്ടല്ലോ. അതെ, അപ്പൊ ലെബനൻ പറഞ്ഞാൽ കേൾക്കും എന്നാണ് വിചാരിക്കുന്നത്. കാരണം മറ്റേ ഹിസ്ബുല്ല അവിടുന്ന് ആക്രമിച്ചാൽ ലെബനനാണല്ലോ നാശനഷ്ടങ്ങൾ മുഴുവൻ അനുഭവിക്കേണ്ടി വരുന്നത്. ഈ ഹമാസ് യുദ്ധരംഗത്ത് ഇത്തരത്തിലുള്ള തുരങ്കങ്ങളൊക്കെ നിർമ്മിച്ച് അങ്ങനെയുള്ള അവർ പലപ്പോഴും രക്ഷപ്പെടുന്നത്. കാരണം സാധാരണക്കാർ സിവിലിയൻസിനെ ബലി കൊടുക്കുന്നു, എന്നിട്ട് ഇവർ കൃത്യമായിട്ട് ഈ ബങ്കറിൽ പോയി വിളിക്കുന്നു. അതിൻ്റെ വേറെ രൂപമല്ലേ ഇപ്പോൾ ഇസ്രയേലിൽ ഇപ്പം ഈ ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? എനിക്ക് തോന്നുന്നു ഈ അണ്ടർഗ്രൗണ്ട് ക്യാപിറ്റൽ എന്നാണ് ഇതിനെ വിളിക്കേണ്ടതെന്ന് തോന്നുന്നു. അങ്ങനെയാകുമ്പോൾ നില വറയാണോ നില നഗരിയാണോ എന്നൊക്കെ പുതിയ വാക്കുകൾ കണ്ടെത്തുന്നുണ്ട്. എന്തായാലും ഒരു ഒരു നഗരി തന്നെയാണല്ലോ. സമാന്തരമായി വേണമെങ്കിൽ ഒരു രാജ്യ തലസ്ഥാനത്തിൻ്റെ സകല ഭരണക്രമങ്ങളും മാറ്റിയെടുക്കാൻ പറ്റിയ സുരക്ഷാ കേന്ദ്രമാണ്. ഇത് പഴയ രീതിയാണ്, പഴയ ഭരണാധികാരികൾക്കൊക്കെ ഉണ്ടായിരുന്നു ഇത്. ഒരു പുഴയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അണ്ടർഗ്രൗണ്ടിലൂടെ പോയിട്ട് അവരുടെ കോട്ടക്കകത്ത് കയറാമായിരുന്ന സംവിധാനങ്ങൾ നമ്മുടെ എല്ലാവർക്കും ഉണ്ടായി, ടിപ്പു സുൽത്താൻ ഉൾപ്പെടെ ഉണ്ടായിരുന്നു പറയുന്നു. അതുകൊണ്ട് ഇത് ഒരു രീതിയാണ്, ഭരണ സുരക്ഷയുടെ ഒരു പ്രധാനപ്പെട്ട മാർഗമാണ്. പക്ഷേ ഇത് ജെറൂസലേം മലനിരകൾക്കുള്ളിൽ മലയുടെ ഗർഭത്തിൽ ഇതുപോലെ ഒരു ഭൂഗർഭ നഗരി ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോൾ സാറിന് നേരത്തെ അറിയായിരിക്കും, ഞങ്ങൾക്കൊക്കെ പുതിയ വിവരമാണ് തീർച്ചയായിട്ടും. ഇതിലിപ്പോൾ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു സംഗതി, ഇസ്രായേൽ ഇത്രയേറെ ഒരു യുദ്ധത്തെ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നാണ്. അതാണോ അതല്ല ഈ ഹമാസ് തീവ്രവാദികളുടെ ഒരു വർഗ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് ഇപ്പോഴും നുഴഞ്ഞു കയറിയ എത്ര പേർ അവിടെ ബാക്കിയുണ്ട് എന്ന് ആർക്കും പറയാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ഒരു പക്ഷേ ഇത്രയും കഴിഞ്ഞ കുറേ കാലമായിട്ട് ഹമാസ് തീവ്രവാദികളെ സമ്പൂർണ്ണമായി തുടച്ചു നീക്കാൻ പറ്റാത്തതുകൊണ്ട് കൂടിയാണല്ലോ ഈ ആക്രമണം തുടരേണ്ടി വരുന്നത്. അതുകൊണ്ട് ഇത്തരമൊരു നിലവറയിലും അവർ കയറിയൊരു ബോംബ് പൊട്ടിച്ചൂടാ എന്ന് ഇല്ല. അതുകൊണ്ട് അവരെ സമ്പൂർണ്ണമായി പുറത്താക്കി എന്ന് ഉറപ്പുവരുത്തുകയും അപ്പുറത്ത് അവരുടെ കേന്ദ്രങ്ങളിൽ പോയിട്ട് നുഴഞ്ഞുകയറ്റമല്ല, പരസ്യമായിട്ട് ചെന്നിട്ട് അവിടെ ഇസ്രായേലിയരെ കൊണ്ടുപോയി പരസ്യമായി പാർപ്പിക്കുകയും ഈ ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ഒക്കെ പാർപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പുതിയ നീക്കം ഇനി ഏത് ഭാഗത്തു നിന്ന് വന്നാലും, ഇനി ലെബനോൺ വഴി ഹിസ്ബുള്ള വന്നാലും, ആര് എങ്ങനെ തന്നെ വന്നു ചേർന്നാലും, IS വന്നാലും ഹിസ്ബുള്ള ആര് വന്നാലും നേരിടാവുന്ന തരത്തിൽ ഇനി അങ്ങോട്ട് സുരക്ഷിതമായ ഒരു യുദ്ധകാലത്തും ഒരു ഭരണകൂടത്തെ അഡ്മിനിസ്ട്രേഷനെ ബാധിക്കാത്ത തരത്തിലേക്കുള്ള ഒരു പുതിയ ഭരണതന്ത്രം കൂടി ആവാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇസ്രായേൽ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ, ലെബനോൺ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ലെബനോൺ തലക്കകത്ത് ആൾപ്പാർപ്പുള്ളത് കൊണ്ടായിരിക്കും ഹമാസിനോട് പറഞ്ഞിട്ടുണ്ടാവും, ഇനി അപായത്തിന് ഹിസ്ബുള്ളയോട് പറഞ്ഞിട്ടുണ്ടാവും. ഹിസ്ബുള്ളയോട് പറയുന്നത് വേറൊന്നുകൊണ്ടുമല്ല, ഹിസ്ബുള്ളക്ക് പോയി ചത്തു കൊടുത്താൽ മതി, ഹിസ്ബുള്ളയുടെ കയ്യിലൊന്നുമില്ല. ഇപ്പോൾ ഏറെക്കുറെ കൃത്യമായിട്ട് ഇറാൻ പോലും അവരെ തള്ളി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അവരെ സഹായിക്കാൻ ഇപ്പോൾ ഇന്നത്തെ അവസ്ഥയിൽ പണ്ട് ഷിയ തീവ്രവാദം എന്ന നിലയിൽ സംരക്ഷിക്കാനുണ്ടായിരുന്ന സിറിയയില്ല. ബഷർ അസാദ് അങ്ങേയറ്റം ഗതികേടിലാണ്. കുവൈറ്റ് ഒരു കാരണവശാലും അറബ് ലോകത്ത് നിന്ന് ഇങ്ങനെ ഇന്ന് വരെ ഈ ഒരു ഇഷ്യൂലേക്ക് വന്നിട്ടില്ല. ഒരു ഷിയ ടച്ചുള്ള രീതിയിൽ വരേണ്ട വേറൊരു അറബ് രാജ്യം അവരാണ്. ഇവരൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ ഇനി ഈ ഹിസ്ബുള്ള പോയിട്ട് ഒരു ചെറിയ പടക്കം പൊട്ടിച്ചാൽ പോലും അതിൻ്റെ തിരിച്ചടി നേരിടേണ്ടി വരുന്ന ഏക രാജ്യം ലെബനോണായിരിക്കും. ലെബനനിൽ എല്ലാ ദിവസവും ആക്രമണമാണ്. അതുകൊണ്ട് ലെബനോൺ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് ഇപ്പോഴും നമുക്കൊരു യുദ്ധം പ്രതീക്ഷിക്കേണ്ടതുണ്ട്. യുദ്ധം പ്രതീക്ഷിക്കുന്നുണ്ട് ലോകം. പ്രത്യേകിച്ച് ഈ ഇസ്മായിൽ ഹാനിയയുടെ വാദം അത് ഇറാനിൽ വെച്ചാവുക. ഇറാൻ അത് എൻഡോഴ്സ് ചെയ്തിട്ടൊന്നുമില്ല, ഇറാൻ ഏറ്റെടുത്തിട്ടില്ല. ഇറാനാണെന്ന് ഇസ്രായേൽ
അങ്ങനെ ശക്തമായി ഉറപ്പിച്ചിട്ടുമില്ല. അല്ല, ഇസ്രായേലാണെന്ന് ഇസ്രായേലാണ് കൊന്നതെന്ന് ഇസ്രായേൽ ഏറ്റെടുത്തിട്ടില്ല. എന്നാൽ ഇസ്രായേലാണെന്ന് ഇറാൻ ആരോപിച്ചിട്ടുമില്ല. അതാണ് അതിൻ്റെ ഒരു വേറൊരു തമാശ. ഇതൊരു ധാരണയിൽ നിൽക്കുകയാണ്. ഇതിൻ്റെ പ്രശ്നം എനിക്ക് തോന്നുന്നത് ഭരണകൂടങ്ങൾ തമ്മിലല്ല ഇനി അങ്ങോട്ടുള്ള കലഹം. ഈ ഭരണകൂടങ്ങൾക്ക് ക്ലാഷ് ഓഫ് സിവിലൈസേഷൻസ് പറയില്ല. ഇതിനകത്ത് ഈ തീവ്രവാദികളും രാഷ്ട്രതന്ത്രവും തമ്മിലുള്ള ഒരു വലിയ പോരാട്ടമുണ്ട്. അത് മാഷ് പറഞ്ഞത് ശരിയാണ്. എന്താണെന്ന് വെച്ചാൽ ഈ രാജ്യങ്ങൾ തമ്മിൽ സമാധാന ഉടമ്പടിക്ക് തയ്യാറായിരുന്നപ്പോഴാണല്ലോ ഹമാസ് ആക്രമിച്ചത്. യെസ്, എക്സാക്ട്ലി, കറക്റ്റാണ്. അത് തന്നെയാണ് ഇപ്പോഴത്തെയും പ്രശ്നം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് സാറേ. സൗദി അറേബ്യയാണ് ഞാൻ ചരിത്രം നോക്കുമ്പോൾ ആദ്യം ബിൻ ലാദനെ പുറത്താക്കുന്നത്. അന്ന് അമേരിക്ക തിരിച്ചറിഞ്ഞിട്ടില്ല ഇയാൾ അപകടകാരിയെന്ന്. ബിൻ ലാദനെ പുറത്താക്കുന്നത് സ്വന്തം നാടാണ്. കാരണം ഇവൻ അപകടകാരിയാണെന്ന് ആദ്യം അവിടുത്തെ ഭരണകൂടം തിരിച്ചറിഞ്ഞു. കാരണം അവർക്ക് സമാധാനമാണ് വേണ്ടത്, അവർക്ക് ട്രേഡാണ് വേണ്ടത്, അവർക്ക് അഡ്മിനിസ്ട്രേഷനാണ് വേണ്ടത്. പിന്നെ പേടിപ്പിക്കുമ്പോൾ ഈ പേടിപ്പിക്കുന്നവനും ഭയം പിടികൂടുമല്ലോ, പേടിപ്പിക്കുന്നവന് തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ ഇറാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? ഇറാൻ്റെ എയർ സ്പേസ്, വ്യോമമേഖല ഒരു രാജ്യവും ഉപയോഗിക്കരുത്. കാരണം ഇപ്പോൾ പല രാജ്യങ്ങളും നിങ്ങൾ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം എന്ന് പറയുന്നുണ്ടല്ലോ. ഇസ്രയേലിൽ നിന്ന് ഒഴിയണം, ഇവിടെ നിന്ന് ഒഴിയണം, ലെബനനിൽ നിന്ന് ഒഴിയണം. ആ കൂട്ടത്തിൽ ഇറാൻ എന്ന് പറഞ്ഞിരിക്കുകയാണ് ഞങ്ങളുടെ എയർ സ്പേസ് ദയവ് ചെയ്ത് ഒരു രാജ്യവും ഉപയോഗിക്കരുത്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ അവരുടെ വ്യോമമേഖല ഇപ്പൊ ഭീഷണി നേരിടുന്നതെന്ന് അവർ കരുതുന്നു. കറക്റ്റാണ്. ഇറാൻ അത് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇവരൊക്കെ ഒരു പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമോ എന്നൊരു സംശയം. അതെ, ഒന്നതാണ്. രണ്ടാമത്തെ കാര്യം, ഇറാൻ ഭയപ്പെടുന്നത് ഇനി ഒരു ആക്രമണം വന്നാൽ നേരിടാനുള്ള ശേഷിയും ഇപ്പോഴത്തെ അവസ്ഥയിൽ വളരെ ദയനീയമാണ് അവരുടെ കാര്യം. അങ്ങനെയുണ്ടല്ലോ. വേറൊന്ന്, അവർക്ക് തന്നെ നല്ല ഉറപ്പുള്ള കാര്യം, അവർ തുറന്നു വിട്ടൊരു ഭൂതമാണിതേ. ഇപ്പോൾ നമ്മൾ ഹൂത്തി എന്ന് വിളിച്ചാലും ഹിസ്ബുള്ള എന്ന് വിളിച്ചാലും ആത്യന്തികമായിട്ട് ഇപ്പോൾ ഈ ഹമാസിനെ നമ്മൾ എത്രത്തോളം, എനിക്ക് തോന്നുന്നു ഷിയ തീവ്രവാദം അല്ല. ഹമാസിൻ്റെ ബേസ് ഇഖ്വാനുൽ മുസ്ലിമൂനാണ്, എന്ന് വെച്ചാൽ ഈജിപ്ഷ്യനാണ്. അതുകൊണ്ട് തന്നെ സുന്നിയാണ്. സുന്നി തീവ്രവാദമാണെങ്കിൽ പോലും ലോകരാജ്യങ്ങൾ, അറബ് രാജ്യങ്ങൾ, ഈജിപ്റ്റ് ഉൾപ്പെടെ ഇസ്രായേലിൻ്റെ ഈ പ്രശ്നം മുഴുവൻ വഷളാക്കിയ, ഫലസ്തീനെ ശരിക്ക് പറഞ്ഞാൽ പെരുങ്കടലിലേക്ക് തള്ളിവിട്ട ഈജിപ്റ്റ്, ജോർഡാൻ ഉൾപ്പെടെയുള്ള ലെബനോൺ, സിറിയ ഉൾപ്പെടെയുള്ള 5 അറബ് രാജ്യങ്ങളാണല്ലോ ഈ പരുവത്തിലാക്കിയത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഹമാസിനെ ഈജിപ്റ്റ് പോലും പിന്തുണക്കുന്നില്ല. ആ സാഹചര്യത്തിൽ ഫലസ്തീനികൾക്ക് വേണ്ടി പൊരുതാൻ ഞങ്ങളേ ഉള്ളൂ എന്നൊരു തോന്നൽ ഈ ഇറാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാൻ ഒരു മനോഭാവം മാറ്റിയിട്ടുമില്ല. അതുകൊണ്ട് ഇറാന് നേരെ ഇവരൊക്കെ തിരിച്ചു വരാം ഏതു നേരത്തും. ആരോടും, രാജ്യങ്ങൾ തമ്മിലല്ലെങ്കിൽ പോലും രാജ്യങ്ങൾക്കകത്ത്, ഇറാനകത്ത് തന്നെ ഈ തുറന്നുവിട്ട ഭൂതങ്ങളൊക്കെ തിരിച്ചടിക്കാം. സാറിന് ഓർമ്മയുണ്ടോയെന്നറിയില്ല, ഉസാമ ബിൻ ലാദന് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്ത്, സകല പരിശീലനവും കൊടുത്ത അമേരിക്കയാണ്. തിരിച്ചവരുടെ നെഞ്ചത്തേക്ക് വന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് ഇറാനും ഭയക്കുന്നുണ്ട്. അവർ തന്നെ തുറന്നുവിട്ട ആശയപരമായ ബോംബ്, അവർ തന്നെ ചെയ്തു കൊടുത്ത രാഷ്ട്രീയമായ സൗകര്യങ്ങൾ, അത് തിരിച്ചടിക്കുന്നു. ലോകമൊട്ടാകെ തിരിച്ചടിക്കുന്നു. സൗദി അറേബ്യ തിരിച്ചറിഞ്ഞു, അറബ് രാജ്യങ്ങൾ മൊത്തം തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് ഇനി ഇറാൻ കുറെ കൂടി കരുതലോടെ നീങ്ങുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇറാൻ എന്തായാലും ഇനിയിപ്പോൾ ഹമാസ് പൊട്ടിത്തെറിച്ച് ഇസ്രായേലിൽ എവിടെയെങ്കിലും ഇനിയും 4 പടക്കം പൊട്ടിച്ചൂടാന്ന് എനിക്ക് ഇല്ല, ഉണ്ടാവാം. അത് തുടച്ചു നീക്കുക എന്നത് അതിവേഗത്തിലായിരിക്കും, യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് അനുഭവിക്കേണ്ടി വരിക ഫലസ്തീനികൾ എന്ന് ലോകം മുഴുവൻ വിളിക്കുന്ന ഈ പാവങ്ങളായ മനുഷ്യരായിരിക്കുകയും ചെയ്യും. അപ്പോൾ അവസാനമായിട്ട് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇസ്രായേലിന് നേരെ ഒരു ആക്രമണം ഏത് നിമിഷം ഉണ്ടാകും. പക്ഷേ ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന ഭരണാധികാരി അത് മുന്നിൽ കണ്ടുകൊണ്ട് കൃത്യമായ ഇടപെടലുകൾ നടത്തി പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേ? ഇനി കൂടുതലുള്ള നടപടികളൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.